നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാളകം മേക്കടമ്പിൽ വീടിന് തീപിടിച്ചു. മൂത്തേടത്ത് രാജുവിന്റെ വീടിനാണ് തീപിടിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം. തിരുപ്പിറവിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. അവസാനഘട്ട ഒരുക്കത്തിൽ മൂവാറ്റുപുഴ. പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ. ത്രിവേണി സംഗമ ഭൂമിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കി ചുവപ്പ് നിറങ്ങളും വർണ്ണവിളക്കുകളും. കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി മൂവാറ്റുപുഴ ലയൺസ് ക്ലബ്ബ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിവേണി സംഗമത്തിൽ ക്രിസ്മസ് ആഘോഷിച്ച് കോഫി മഗ് ക്ലബ്. ജോർജ് വെട്ടിക്കുഴി ക്രിസ്മസ് സന്ദേശം നൽകി. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ക്രിസ്മസ് കിറ്റ് വിതരണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വാളകം മേക്കടമ്പിൽ വീടിന് തീപിടിച്ച അപകടം. മുത്തേടത്ത് രാജുവിന്റെ വീടിനാണ് ബുധനാഴ്ച പുലർച്ചെ 4 തീപിടിച്ചത്. മേക്കടമ്പിൽ വീടിന് തീപിടിച്ച അപകടം. വാളകം പഞ്ചായത്ത് മേക്കടമ്പിൽ മുത്തേടത്ത് രാജുവിന്റെ വീടിനാണ് ബുധനാഴ്ച പുലർച്ചെ 4 തീപിടിച്ചത്. വീടിന്റെ അടുക്കളയിലെ അടുപ്പിന് മുകളിലായി സ്ഥാപിച്ച റബ്ബർ ഷീറ്റിന് തീപിടിച്ചാണ് അപകടമുണ്ടായത്. രാജു ടാപ്പിങ്ങിനായി പോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിക്കാതെ വന്നതോടെ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ വാഹനം എത്താൻ ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സമീപവാസികളും ചേർന്ന് സമീപത്തെ വീട്ടിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് തീ അണച്ചതെന്ന് സമീപവാസി ജെയ്സൺ പറഞ്ഞു. ഞങ്ങളിതൊരു ഏകദേശം 4 മണി സമയത്താണ് ഇതിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തീ പിടിച്ചതെന്ന് നമുക്ക് അന്നേരം മനസ്സിലായില്ല. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എൻച്ച് നോക്കി ഇപ്പോൾ ഇവിടെ ഈ ബാക്ക് സൈഡാണ്, വീടിൻ്റെ ബാക്ക് സൈഡാണ്, നമുക്കിത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത സമയത്താണ് തീപിടുത്തം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നും മോട്ടർ അടിച്ച് 2 മോട്ടർ വെച്ചിട്ടടിച്ച് മാക്സിമം ചെയ്തു. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ അവർ വന്ന് അവരുടെ ഉപദേശം തേടുകയും അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വീടിന്റെ വാതിലുകളും കട്ടിളകളും ജനൽ പാളികളും വീട്ടുപകരണങ്ങളും പണവും മൊബൈൽ ഫോണും രേഖകളും ഉൾപ്പെടെ കത്തിനശിച്ചു. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തിരുപ്പിറവിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കത്തിൽ മൂവാറ്റുപുഴ. പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവച്ച് ക്രിസ്മസിനെ വരവേൽക്കുകയാണ് മൂവാറ്റുപുഴ. തിരുപ്പിറവിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കത്തിൽ മൂവാറ്റുപുഴ. നക്ഷത്രങ്ങളും പുൽക്കൂടും ഒരുക്കി പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവ ദേവാലയങ്ങളും ജാതിമത ഭേദമില്ലാതെ വീടുകളും ക്രിസ്മസ് ആഘോഷ ഒരുക്കത്തിലാണ്. നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, അലങ്കാര വസ്തുക്കൾ, കേക്ക്, ക്രിസ്തുമസ് വസ്ത്രശേഖരം തുടങ്ങിയവയൊരുക്കി ആഴ്ചകൾക്ക് മുൻപേ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ ക്രിസ്മസ് വിപണി സജീവമാക്കിയിരുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യത്യസ്തമാർന്ന പുൽക്കൂടുകളും അലങ്കാര ഉപകരണങ്ങളും ക്രിസ്മസ് പാപ്പ വേഷങ്ങളും പേപ്പറിൽ നിർമ്മിച്ച നക്ഷത്രങ്ങളും LED ലൈറ്റുകൾ കൊണ്ടുള്ള നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വിപണികളിലെ കേക്ക് വൈവിധ്യങ്ങളും അലങ്കാര വസ്തുക്കളും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ത്രിവേണി സംഗമ ഭൂമിയായ മൂവാറ്റുപുഴയുടെ വീഥികളിൽ ചുവപ്പ് നിറങ്ങളും വർണ്ണവിളക്കുകളും ഉത്സവ പ്രതീതി പകരുമ്പോൾ തിരുപ്പിറവിയുടെ വിളംബരമായി കരോൾ സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നഗരത്തിൽ പടക്ക വിപണിയും സജീവമായിട്ടുണ്ട്. കുട്ടികൾക്കായി ശബ്ദം കുറഞ്ഞതും വർണ്ണങ്ങൾ വിരിയുന്നതുമായ മത്താപ്പൂ, കമ്പിത്തിരി, പൂച്ചക്രം എന്നിവയ്ക്കും മുതിർന്നവർക്കായി വിവിധയിനം വിസ്മയങ്ങൾ തീർക്കുന്ന ഫാൻസി പടക്കങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ചുവപ്പ് നിറങ്ങളും വർണ്ണവിളക്കുകളും ഡിസംബർ മാസത്തിൽ ത്രിവേണി സംഗമ ഭൂമിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും വലിയൊരു സന്ദേശം പകർന്നു നൽകുന്ന ഈ ക്രിസ്മസ് കാലം മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമായി മാറിക്കഴിഞ്ഞു. ഏവർക്കും മൂവാറ്റുപുഴ ന്യൂസിന്റെ ക്രിസ്തുമസ് ആശംസകൾ. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി മൂവാറ്റുപുഴ ലയൺസ് ക്ലബ്ബ്. കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാട്ടർ പ്യൂരിഫയർ നൽകിയത്. കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു.
ഈ പേഴക്കാപ്പള്ളിയിലെ സാധാരണക്കാരായ കുട്ടികൾ നമുക്കറിയാം വരുമാനത്തിൽ ഏറ്റവും കുറവുള്ളതും അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കണം എന്ന് താല്പര്യപ്പെട്ടുള്ള മാതാപിതാക്കളും കുട്ടികളും ഉള്ളവരാണ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുവാൻ ആശ്രയിക്കുന്നത്. സാധാരണ നാട്ടിലെ കുട്ടികളെല്ലാം അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ വീടിനോട് തൊട്ട് ചേർന്നുള്ള ഏത് ബസ്സാണ് വരുന്നത്, എത്ര സൗകര്യം കൂടുതൽ ആ സ്കൂളിലുണ്ട് എന്നൊക്കെ നോക്കി പഠിക്കാൻ പോകുമ്പോൾ വീടിന് മുന്നിലൂടെ ബസ് വന്നാലും വന്നില്ലെങ്കിലും പേഴക്കാപ്പള്ളി സ്കൂൾ നമ്മുടെ സ്കൂളാണ് എന്നുള്ള ചിന്താഗതി ഈ ഗ്രാമത്തിലെ ഈ സ്കൂൾ നിലനിന്നു പോകാൻ വളരെ നല്ല രീതിയിൽ മാതാപിതാക്കളും അതുപോലെ ഈ പ്രദേശത്തെ ആളുകൾ, ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ അയൽപക്കത്തുള്ള പഞ്ചായത്തിലെ പോലും ആളുകൾ ഈ സ്കൂൾ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. വാർഡ് മെമ്പർ സ്മിത ദിലീപ്, പ്രിൻസിപ്പൽ TB സന്തോഷ്, ഹെഡ് മിസ്ട്രസ് സഫീന A എന്നിവർ ചേർന്ന് വാട്ടർ പ്യൂരിഫയർ ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നജി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി നീന സജീവ്, ട്രഷറർ ബീന സുരേഷ്, ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ S ബാലചന്ദ്രൻ, VP സുരേഷ്, AR ബാലചന്ദ്രൻ, ടോമി മുടക്കൽ, അധ്യാപകരായ നൌഫൽ KM, ശ്രീലക്ഷ്മി PR, സൽവ M, ഖദീജ BV KM, ഡോക്ടർ ബിന്ദു PV എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയാറിന്റെ നടപ്പാതയിൽ പ്രഭാത സവാരി നടത്തുന്നവരുടെ കൂട്ടായ്മയായ കോഫി മഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജോർജ് വെട്ടിക്കുഴി ക്രിസ്മസ് സന്ദേശം നൽകി. പുഴയോര നടപ്പാതയിൽ പ്രഭാത സവാരി നടത്തുന്നവരുടെ കൂട്ടായ്മയായ കോഫി മഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ത്രിവേണി സംഗമത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മുതിർന്ന അംഗം അവറാച്ചൻ എട്ടുപറയിൽ കേക്ക് മുറിച്ചു. ജോർജ് വെട്ടിക്കുടി ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്തുദേവൻ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ജനിക്കുകയും പിന്നീട് ക്രൂശമരണം വഹിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മകൾക്ക് മുമ്പുള്ള ആ ജനനത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെയും മനുഷ്യരാശിയുടെ നന്മയുടെയും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. വർഷങ്ങളായി മൂവാറ്റുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും രാവിലെ നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉന്മേഷത്തിനുമായി നടക്കുകയും ചെയ്യുന്ന ഇവിടെ നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായ മോർണിംഗ് വാക്ക് ക്ലബ്ബാണ് ഈ പരിപാടി ഇന്നൊരു സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്രിസ്മസിന്റെ വലിയ ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. സന്തോഷ് വർഗീസ്, അൻസാരി AMR, ഷാജി KE, അബ്ദുൾ കരീം, തോമസ് കുരിശുമൂട്ടിൽ, ഗിരീഷ് KS, ജോർജ് വടക്കേക്കുടി, അഡ്വക്കേറ്റ് അജിത് കുമാർ, ബിജു നാരായണൻ, ശ്രീകുമാർ PA, ജോസ് മറ്റക്കാട്ടിൽ, വിൻസു വള്ളമറ്റം, മനോജ് കുമാർ, ശരത് ജാനകി ശരത് തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്ത് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി. മൂവാറ്റുപുഴ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി രക്ഷാധികാരി ലിഷ പൗലോസിന്റെ നേതൃത്വത്തിൽ നിർധനരായ ആളുകൾക്ക് ക്രിസ്മസ് കിറ്റ് വിതരണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജിജി മാത്യു അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ഓഫീസിൽ വെച്ചാണ് കിറ്റ് വിതരണം നടത്തിയത്. ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും ക്രിസ്മസിന് അവധി കൊടുക്കാതെയും കേരളത്തിൽ ജാതിമത ഭേദമന്യേ ഓണവും ക്രിസ്മസും റംസാനും സഹോദരങ്ങളെ പോലെ ആഘോഷിക്കണമെന്നും KM സുബൈർ പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മുളവൂർ ആനിച്ചാങ്കുഴിയിൽ പരേതനായ വർക്കിയുടെ ഭാര്യ സാറാമ്മ 88 നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത മുളവൂർ അമ്പാട്ടുകുടിയിൽ കുടുംബാംഗമാണ്. മക്കൾ സണ്ണി, ഷാജി, ലിസി, സിനി. മരുമക്കൾ ലിസി, റെജി, വർഗീസ്, എൽദോസ്. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.